സഹോദരീ സഹോദരന്മാരെ, ബഹുമാന്യരായ പൊതുജനങ്ങളെ, ത്വര പ്രദർശനോദ്ഘാടനം ത്വര എന്ന പേരിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ഹ്രസ്വ ചിത്രത്തിൻ്റെ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ സമൂഹത്തെ, പ്രത്യേകിച്ച് യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മാരക വിപത്തിനെതിരെയുള്ള ഒരു ചിത്രമാണിത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരം ഒരു ചിത്രം തയ്യാറാക്കാൻ ധീരത കാട്ടിയ ഈ ചെറുപ്പക്കാരെ ആദ്യം തന്നെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. കുറച്ചു വർഷങ്ങളായി നമ്മുടെ ജീവിതം വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഗോളവൽക്കരണം ആടിത്തിമിർത്തിരിക്കുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിനിടയിൽ ഇതിൻ്റെ രൂപഭാഗങ്ങളിൽ വലിയ മാറ്റങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഭക്ഷണം, സംസാരം, വസ്ത്രധാരണം, ജീവിത സൗകര്യങ്ങൾ എന്നിവ എല്ലാം ഈ മാറ്റങ്ങൾ പ്രകടനമാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മലവെള്ളപ്പാച്ചിൽ കൂടി ആയതോടെ ജീവിതത്തിന് വലിയ തോതിൽ ഭാവപ്പകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ഇതെല്ലാം നമ്മുടെ മനുഷ്യബന്ധങ്ങളിൽ പോലും പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. ആഗോളവൽക്കരണം പലതരത്തിലുള്ള അഭിരുചികളും വ്യാമോഹങ്ങളും സാധാരണക്കാരിൽ സൃഷ്ടിച്ചിരിക്കുന്നുണ്ട്. ജീവിതം ഏതു വിധേനയും ആഘോഷമാക്കുക എന്ന തത്വശാസ്ത്രമാണ് വലിയ വേരോട്ടം ഉണ്ടായിട്ടുണ്ട്. അടിച്ചു പൊളിക്കുക എന്ന പ്രയോഗമാണ് ഇപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ എന്തൊക്കെ തരപ്പെടുത്താമോ അതൊക്കെ കൈപ്പിടിയിലാക്കുക എന്നതാണ് നമ്മുടെ തലമുറയുടെ ആപ്തവാക്യം. അതിനുവേണ്ടി എന്തിനും തയ്യാറാവുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. സമീപകാലത്തായി കണ്ടുവരുന്ന അക്രമങ്ങൾ, സ്ത്രീ പീഡനങ്ങൾ തുടങ്ങിയവയിലെല്ലാം ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണ് എന്ന റിപ്പോർട്ടുകളുണ്ട്. ഈ അടിച്ചുപൊളിച്ചുള്ള ജീവിതത്തിൻ്റെ ഭാഗമാക്കി ലഹരി മാറ്റുന്ന രീതിയാണ് കണ്ടുവരുന്നത്. മദ്യത്തോളം മയക്കുമരുന്നിനോടും വർദ്ധിച്ചു വരുന്ന ആസക്തി ഇതാണ് തെളിയിക്കുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നവരിൽ നല്ലൊരു പങ്കും യുവാക്കളാണ് എന്നതാണ് ശ്രദ്ധേയം. സ്ത്രീകളും യുവതികളും പോലും ഇതിനെല്ലാം അടിമപ്പെടുന്നതായും ചില പഠനങ്ങൾ വന്നിട്ടുണ്ട്. പലരെയും ഒരു രസത്തിനു വേണ്ടിയാണ് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്നത്. ക്രമേണ ഇതൊരു ശീലമായി മാറും. ശീലം ശക്തിപ്പെടുമ്പോൾ അതൊരു ആസക്തിയായി മാറുകയും ചെയ്യുന്നു. ആസക്തിയിൽ പറയാവുന്ന മറ്റൊരു പേരാണ് ത്വര. ഇങ്ങനെ ലഹരി ഉപയോഗ ഇരയുടെ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മോചനം നേടുക വളരെ ക്ലേശകരമാണ്. കാരണം ലഹരിയുടെ ആസക്തിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയും ചിന്തയും പെരുമാറ്റവും ഒന്നും നേരാവണ്ണമായിരിക്കുകയില്ല. അമിതമായി മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറിനെ ആയിരിക്കും ബാധിക്കുക. തലച്ചോറിന് സെറിബെല്ലം, മെഡുല്ല എന്നിങ്ങനെ 3 ഭാഗങ്ങൾ ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇതിൽ സെറിബെല്ലം ആണ് നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് നിയന്ത്രിക്കുന്നത്. മദ്യവും ലഹരിയുമൊക്കെ തലച്ചോറിലെ സെറിബെല്ലത്തെയാണ് ബാധിക്കുന്നത്. അങ്ങനെ ലഹരി ബാധിച്ചു കഴിഞ്ഞാൽ
സെറീബെല്ലം നേരാവണ്ണം പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാകും. അപ്പോൾ സെറീബെല്ലത്തിൽ നിന്ന് ശരീരത്തിൻ്റെ നാഡിഞരമ്പുകളിലേക്ക് കൃത്യമായി സിഗ്നലുകൾ പോകാതെ വരും. അതുകൊണ്ടാണ് അമിതമായി മദ്യപിക്കുന്നവരും ലഹരി ഉപയോഗിക്കുന്നവരും നടന്നു പോകുമ്പോൾ അവരുടെ കൈകാലുകൾ വേച്ചു പോകുന്നത്. തല നേരെ ഉയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയാത്തതും ഇതുകൊണ്ടാണ്. പുറത്തു പറയരുതെന്ന് തീരുമാനിച്ചിരിക്കുന്ന രഹസ്യം മദ്യലഹരിയിൽ ഉറക്കെ പറയുന്നതും തലച്ചോറ് ഇത്തരമൊരവസ്ഥയിൽ എത്തിയതുകൊണ്ടാണ്. ചുരുക്കത്തിൽ മദ്യവും മയക്കുമരുന്നും ഒരു മനുഷ്യൻ്റെ സാധാരണ ജീവിത പ്രക്രിയകളെ തളർത്തുകയും അവനെ മാനസികമായും ശാരീരികമായും ബുദ്ധിപരമായും ക്ഷീണിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജീവിതത്തിൽ മനുഷ്യരെന്ന നിലവിലുള്ള ഗൗരവതരമായ ഒരു തരം ഇടപെടലുകളും നടത്താൻ കഴിയാത്ത തരത്തിൽ അവൻ നിരായുധനായി പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഒരു തലമുറയാകെ ഇത്തരം അവസ്ഥയിൽ എത്തിപ്പെട്ടാൽ അങ്ങനെയുള്ള സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ചു നോക്കൂ. ഭീകരമായ ഈ സാമൂഹ്യ ദുരന്തത്തിന് നേരെ തിരിച്ചുപിടിച്ച ഒരു തീപ്പന്തമാണ് ത്വര എന്ന പേരിൽ ഈ ചെറുപ്പക്കാർ തയ്യാറാക്കിയിട്ടുള്ള ഹ്രസ്വചിത്രം. അത് ഉയർത്തുന്ന തീനാളങ്ങളുടെ ഊർജവും പ്രകാശവും ലഹരിക്കെതിരായ പോരാട്ടങ്ങൾക്ക് കരുത്തും വെളിച്ചവും പകരുമെന്നാണ് ഞാൻ ആശിക്കുന്നത്. അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറെ സന്തോഷത്തോടുകൂടി ഈ ഹ്രസ്വചിത്രത്തിൻ്റെ പ്രദർശനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, അഭിനന്ദനങ്ങൾ. വളരെ നന്ദി ശ്രീ VS അച്യുതാനന്ദൻ സർ. സാറിനെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ത്വരയുടെ ഡയറക്ടർ വിനോദ് ഗോപ്ജി അദ്ദേഹത്തെയും പ്രൊഡ്യൂസർ അഭിലാഷ് ആർജിയെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. VS അച്യുതാനന്ദൻ സാറിനെ ആദരിക്കുന്ന ചടങ്ങാണ്. ത്വരയുടെ ഡയറക്ടർ വിനോദ് ഗോപ്ജി. അടുത്തതായി ആദരിക്കുന്നത് പ്രൊഡ്യൂസർ അഭിലാഷ് ആർജി.